വെരി ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നത്. ഓക്കെ, ആ ഇംബാലൻസ് മൂവ്മെൻറ്റ് എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് നമുക്ക് തന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഡേയിൽ നോക്കിയ ആ ലെവൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ഡേ ഹൈ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞേക്കുന്ന ആ ഒരു ലെവൽസ് നല്ലപോലെ ബ്രേക്ക് ചെയ്ത് വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് ഡൗൺ സൈഡ് തന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും സെയിം ഇതുപോലെ തന്നെ നമ്മുടെ അപ്പ് സൈഡിൽ ബ്രേക്ക് ആയിട്ടില്ല. പക്ഷെ നമ്മുടെ ആ വരച്ച ആ ഒരു സ്വിങ് പോലത്തെ ആ ഒരു ലെവലിൽ നിന്ന് നേരെ ഡൗൺ സൈഡ് വന്നു. ആ ഒരു ഡേ ലോയെ നമ്മളെ ബ്രേക്ക് ചെയ്തു. പക്ഷേ അവിടുന്ന് വന്ന് ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ പോലെ ആ ഒരു ഏരിയയാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ആ ഒരു കൺസോൾട്ടേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് തന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നാളെ, അതായത് തിങ്കളാഴ്ച നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡിൽ ആ ഒരു ലെവൽ തന്നെ നമുക്ക് വെക്കാം. ഡൗൺ സൈഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്കിന് ഡൗൺ സൈഡ് നമുക്ക് ഈ ഒരു ലെവൽ ഓക്കെ ഈ ഒരു ലെവൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഡോട്ട് ലൈൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈൻ തന്നെ ആകാം. ഓക്കെ, അപ്പം ഈ രണ്ട് ലൈൻസാണ് നാളെ. പിന്നെ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്വിംഗ് ലോയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 3 ലെവൽസാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ലെവൽസും കൂടെ നോക്കുക എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ലെവൽസാണ് നമുക്ക് മെയിൻലി വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പം അപ്പ് സൈഡ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ അപ്പ് സൈഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ട്രേഡ് എന്ന് പറയുന്നത്, ഞാൻ പൊതുവേ എടുക്കുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവൽ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് പോയി കുറച്ച് അപ്പ് സൈഡ് അല്ലെങ്കിൽ അപ്പ് സൈഡ് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു പ്രൈസ് ആക്ഷൻ തരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ആക്ഷൻ എടുത്തിട്ട് തൊട്ട് താഴത്തെ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റായിട്ട് വെച്ചിട്ട് ആ ഒരു ലെവൽ ഞാൻ ടാർഗറ്റ് പോകും. ഓക്കെ, അങ്ങനെ ഞാനൊരു എൻട്രി എടുക്കും. അതാണ് എൻ്റെ അപ്പ് സൈഡുള്ള എൻട്രി. പിന്നെ ഈ ഒരു ലെവലാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഞാൻ എൻട്രി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻട്രി നോക്കും. ബട്ട് ആ ഒരു എൻട്രിയിൽ പ്രൈസ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സൈഡിലോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞ് ആ ഒരു സൈഡിലോട്ടായിരിക്കും ഞാൻ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇഫ് ഇൻ കേസ് ഇപ്പം നാളെ തിങ്കളാഴ്ച നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിങ്ങിൽ ഇതിന് താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു അപ്പ് സൈഡ് എൻട്രി ആയിരിക്കും കൂടുതൽ നോക്കാറ്. ഓക്കെ, ഒരു അപ്പ് സൈഡ് എൻട്രി. ആ അപ്പ് സൈഡ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ബ്രേക്ക് ആകുമ്പോൾ തന്നെ ഉടനെ തന്നെ അപ്പ് സൈഡ് എൻട്രി അല്ല എടുക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കും. കാരണം ഞാൻ എൻട്രി ചെയ്യുന്ന ഒരു ലെവൽസിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ഞാൻ എൻട്രി എടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കുറച്ചുകൂടെ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു അപ്പ് സൈഡ് എൻട്രി നോക്കും. ഓക്കെ, കാരണം ഇപ്പം ഇത്രയും ലെവലിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ്, ഇത്രയും ഗ്യാപ്പബിൾ. പിന്നെ എന്തുകൊണ്ട് ഡൗൺ സൈഡിൽ നിന്ന് അപ്പ് സൈഡിലോട്ട് എൻട്രി എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സെറ്റ് ചെയ്തതിനാൽ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അടുത്ത ലിക്വിഡിറ്റി എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും മൂവ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻ്റെ ഒരു ട്രേഡിങ് സ്റ്റൈൽ കൊണ്ടായിരിക്കും. ചിലപ്പം നാളെ ഈ രീതിയിൽ ചിലപ്പം സക്സസ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോൾ വേറെ അടുത്ത ദിവസം നോക്കും. കാരണം ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു SL ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ഫിക്സ്ഡ് ആക്കി വെക്കും. ഓക്കെ, ഐദർ SL അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് നാളത്തെ ലെവൽസ് ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുന്നത്. പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡിൽ ലെവൽ നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പ് സൈഡിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് സൈഡിൽ നോക്കി ആ ഒരു ഇംബാലൻസ് മൂവ്മെൻറ്റ്, ആ ഒരു ഇംബാലൻസ് മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് താഴെ വന്നത് കണ്ടോ. ആക്ച്വലി മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് മൂവ്മെൻറ്റ് എപ്പോഴും അത് ബാലൻസ് ആയിക്കോളും. ഓക്കെ, അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. അങ്ങനത്തെ കുറച്ച് തിയറീസ് നമുക്ക് ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആ ഒരു ലെവലിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നിഫ്റ്റിയുടെ കേസാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി
ഓക്കെ, നിഫ്റ്റിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന എൻട്രീസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവലിലായിരിക്കും. ഇപ്പം നാളെ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓപ്പണിങ്, അതായത് ഈ ഒരു സെൻട്രൽ ഏരിയയിലൊക്കെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് ഇത് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ നോക്കും. ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരു ഡൗൺ സൈഡ് എൻട്രി നോക്കാറുള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് എൻട്രി. ഓക്കെ, ഈ ഒരു എൻട്രി ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നാളെ ഇൻ കേസ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ സെയിം ഗ്യാപ്പ് അപ്പ് ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതിന് ശേഷമുള്ള എൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും ഞാൻ അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി നോക്കുന്നത്. ഓക്കെ, അപ്പം മെയിൻലി ഇപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെയാണ് ഓപ്പണിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ സ്വീപ്പ് ചെയ്യാൻ നോക്കും. ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി ചെയ്യാൻ നോക്കും. ഓക്കെ, ഈ സ്വീപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മളൊരു അപ്പ് സൈഡ് എൻട്രി അല്ല എടുക്കുന്നത്. അവിടുത്തെ ഞാൻ പറയുന്നത് എനിക്കൊരു എൻട്രി ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ ഒരിക്കലും എപ്പോഴും ഞാൻ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഞാൻ നോക്കട്ടെ, തിങ്കളാഴ്ച ഇനിയും മാർക്കറ്റിൽ നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലൈവ് ട്രേഡ്, അതായത് ഞാൻ ചെയ്യുന്ന ട്രേഡും കൂടെ ഇനിയും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഈ ഒരു ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഓക്കെ, അപ്പം മെയിൻലി നമുക്കിനി വരാൻ പോകുന്നതെന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. 23-ാം തീയതി കേട്ടോ, 23 ബഡ്ജറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഗ്ലോബൽ ഈവൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ മെയിൻ ഈവൻറ്റ്സിൽ നമ്മുടെ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അന്ന് വർക്ക് ആകണമെന്നില്ല. ഓക്കെ, അന്ന് നമ്മളെപ്പോലുള്ള ചെറുകിട ആൾക്കാർ മാറി നിൽക്കുന്നതായിരിക്കും കുറച്ച് നല്ല, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, ഞാനപ്പം തിങ്കളാഴ്ച എൻട്രീസ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഇനി എടുക്കുന്ന എൻട്രീസും കൂടെ ഡെയിലി പോസ്റ്റ് ചെയ്യും. ഓക്കെ, അതിപ്പോൾ പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ആയാലും ശരി, അപ്പം നിങ്ങൾക്കത് അതും കൂടെ കാണാം എൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ.